ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ലോഡർ ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ വിചാരിക്കുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൈസ് വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് 200 ടെമ്പറേച്ചറും അതേപോലെ തന്നെ 10 മിനിറ്റിലെടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. അതിനുള്ളിൽ നമ്മൾക്ക് കുക്കായി വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ മസാല ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വിനീഗറും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പത്തിന് നമ്മളെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കാം. നമ്മൾക്ക് ഓൾറെഡി മയോണൈസ് പുറത്തുനിന്ന് വാങ്ങിയതുണ്ടായിരുന്നു. അതേപോലെ തന്നെ കെച്ചപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിതിൽ ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പാൽ കൂടി മിക്സ് ചെയ്തിട്ട് വേണ്ട നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് ചിക്കനും ഒന്ന് ഇങ്ങനെ ചിക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ്, പിന്നെ നമ്മളെ ഫ്രൈസ്, പിന്നെ നമ്മൾ ചിക്കന്. അപ്പോൾ ഇത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിന് ഇതാ നമ്മളെ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് നമ്മളെ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.